രാപ്പകൽ ഒരു കൂട്ടം ഗുണ്ടകൾ ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുന്നു. സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നു. സംഘം ചേർന്ന് ആ വനിതയെ ബലാത്സംഗം ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നു. സിനിമയെപ്പോലും വെല്ലുന്ന ഈ ഗുണ്ട അഴിഞ്ഞാട്ടം നടന്നത് ഉത്തർപ്രദേശിലോ ഉത്തരേന്ത്യയിലോ അല്ല, കേരളത്തിലാണ്, ഇങ്ങ് തിരുവല്ലയിൽ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ബലാത്സംഗ കൊട്ടേഷൻ ഉണ്ടായപ്പോൾ നമ്മൾ പ്രതികരിച്ചത് ഓർമ്മയുണ്ടോ? ആക്രമണത്തിനിരയായത് സെലിബ്രിറ്റി അല്ല എന്നതുകൊണ്ടാണോ കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക നായകർ ഈ വിഷയം കാണാതെ പോകുന്നത്, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയും ദിവസങ്ങൾ പിന്നിടുകയും ചെയ്യുമ്പോഴും വനിതാ യുവജന സംഘടനകളും മൗനത്തിലാണ്. പ്രതിസ്ഥാനത്ത് രാഷ്ട്രീയ നേതാവ് ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് നേട്ടം എന്നതുകൊണ്ടാണോ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധിക്കാത്തത്? ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ വിഷയം വിശകലനം ചെയ്ത് കീറിമുറിച്ച് വിമർശിക്കുകയും ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് ആവേശം കൊള്ളുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും മാളത്തിൽ ഒളിച്ചു. ആ സ്ത്രീ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ അതിക്രമം നടത്തി അത് മൊബൈലിൽ ചിത്രീകരിച്ച് കൊട്ടേഷൻ നടപ്പാക്കാൻ കാപ്പ കേസ് പ്രതിക്കും സംഘത്തിനും ഈ കേരളത്തിൽ എന്തുകൊണ്ട് ധൈര്യമുണ്ടാകുന്നു? ആ നരാധമ പ്രവൃത്തി ഒതുക്കി തീർക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിച്ചുവെങ്കിൽ, ആ അഴിഞ്ഞാട്ട ഗുണ്ടകളുമായി പോലീസിന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എങ്കിൽ, ആ തെമ്മാടി കൂട്ടുകെട്ടിനെതിരെ കേരളം പ്രതികരിച്ചേ പറ്റൂ.